അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലേ സിനിമ? ആഷിറിൻ്റെ പുതിയൊരു സിനിമയാണ് റിലീസായിട്ടുള്ളത്, വാഴാട്ട്. ആരൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് കമൻസിൽ കൈപ്പൊക്കിയാൽ മതി. ഇതെന്ത് ഉസ്താദ് തന്നെ സിനിമ കാണാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? എന്നാൽ അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പതിവായിട്ട് ഒരു ഉസ്താദിൻ്റെ വീഡിയോ ഇങ്ങനെ കാണാറുണ്ട്. ഈ അടുത്ത് തന്നെയാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് OP അബൂബക്കർ ഫൈദി ഉസ്താദിൻ്റെ വീഡിയോ ആണ്. എടുത്തിട്ടാണെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ തുടരെയായി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശിഷ്യന്മാരാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് തോന്നുന്നു കാണുമ്പോഴൊക്കെ. ഏതായിട്ടും നല്ല നല്ല വിഷയങ്ങളാണ് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സിനിമ കണ്ട ആൾക്കാരൊക്കെ കൈപൊക്കിയെന്ന്. അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ്, ഒരു തമാശയൊക്കെ പറഞ്ഞതാണ്. ഏതായിട്ടും ഈ വാഴ 2 എന്ന് പറയുന്ന ഈ സിനിമ നല്ല രീതിയിൽ ഹൈപ്പായിട്ട് കയറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ മറ്റേ റീൽസ് മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഹാഷിർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെയും അവരുടെ ഒരു ടീമിൻ്റെയും ആൾക്കാർ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു സിനിമയാണെന്നാണ് റീൽസിലൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. അപ്പോൾ ഇതിനെ തുടർന്നിട്ട് പല ആൾക്കാരും പല രീതിയിൽ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഇത് ഇത്രയും വിഷയമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു സെക്ഷനിൽ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. തിയേറ്ററിൽ ഒരു മജ്‌ലിസിൻ്റെ പോലെ ദുആ ചെയ്യുന്നത് ഉസ്താദിൻ്റെ ഒരു വീഡിയോ, അതിനൊക്കെ തിയേറ്ററിൽ ഒത്തൊരുമിച്ച് കൂടിയ ആൾക്കാരൊക്കെ ആമീൻ പറയുന്ന ഒരു രംഗവും അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററല്ല ഓൺലൈൻ മജ്‌ലിസ് അല്ലെങ്കിൽ മജ്‌ലിസ് ദുആ മജ്‌ലിസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ടൈറ്റിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ അപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല രീതിയിൽ മറുപടി കൊടുത്ത ഒരു ഉസ്താദ് എന്ന നിലയ്ക്ക് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ഉണ്ട്. ഏകദേശം 2.3 മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. ഓക്കെ, ആ ഒരു വീഡിയോ ആദ്യം നമുക്ക് കേട്ട് നോക്കാം. ഈ പറഞ്ഞ കാര്യത്തിനോട് ശരിക്കും നമുക്ക് യോജിക്കാൻ പറ്റണം കേട്ടോ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യോജിക്കാൻ പറ്റേണ്ട കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നുള്ളത്. പിന്നീട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അത് കണ്ടു നോക്കാം. എന്താണ് സിനിമന്റെ പേര്? വാഴ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ്ട് ആ കാറിൽ സിനിമക്ക് പോണ കാലാണ്. അവിടെ കുത്തുന്ന ചിർച്ചയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ നിന്ന് ചിർച്ചിന് ഫോട്ടം കിട്ടിയോ? പോയമ്മ കിട്ടിയോ? എന്താണ് സിനിമന്റെ പേര്? വാഴ. അതിന് ചോദിക്കാം, അതൊന്നും പറഞ്ഞാൽ എനിക്കൊരു ആവശ്യമുണ്ട്. ഞാൻ ആരോടെങ്കിലും ചോദിച്ച് പഠിച്ചാൽ മനസ്സിലായി. എനിക്ക് മറ്റന്നാളൊരു ക്ലാസ്സിന് ആവശ്യമുണ്ടത്. വാഴ നിങ്ങൾ കേട്ടോ? പറയാൻ കേട്ടോ? ഞാൻ കേട്ടില്ല, എനിക്കൊരാൾ വിട്ടെന്നാണ്. കുട്ടികൾ ഇങ്ങനെ ദ്വാരക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു ആമീൻ പറഞ്ഞ ഫോട്ടോ കേൾക്കണം. അപ്പൊ എനിക്ക് കുട്ടിയുടെ വിഷയം തന്നെതാണ്. തിയേറ്ററിൽ പോയതാണല്ലോ തങ്ങളെ ആ ചോദിച്ചത്. എനിക്ക് വിട്ടെന്നാ പറയണം. പണ്ടൊക്കെ തിയേറ്ററിൽ പോകുക അതിൽ സ്വകാര്യമായിട്ടും മറച്ചു വെച്ചോണ്ടും അങ്ങനെ. ഇപ്പൊ ആഘോഷിക്കണ്ട, ഫോട്ടോ വിടാൻ ആമീൻ പറഞ്ഞാൽ ചിരിച്ചാണ്ട് ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കാണ് സിനിമ തിയേറ്ററിൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരം അല്ലേ, കുറച്ച് ഭയങ്കര ഞെട്ടിക്കണ സംഭവമായിട്ട് എനിക്കൊരു നാടും വിട്ടെന്നാണ് ആ പോസ്റ്റ്. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്, ആ മാഷാ അല്ലാഹ് എന്നുള്ള ബോർഡൊക്കെ ഉള്ള സ്റ്റിക്കറൊക്കെ ഉള്ള കാറൊക്കെ വിട്ടുണ്ടായാൽ അത് തോന്നിയാസത്തിനൊക്കെ പോകുമ്പോൾ പിന്നെ നീയത്തൊക്കെ കണക്കിനേക്കാറ്. പക്ഷെ ഞമ്മക്ക് മുഅ്മിനീങ്ങൾക്ക് ₹1 അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാൻ യാതൊരു വകുപ്പില്ല. അത് കോടിയാണെങ്കിലും ലക്ഷമാണെങ്കിലും ₹1 ആണെങ്കിലും അറിയാങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാനുള്ള ഒരു വകുപ്പ് ഒരു മുഅ്മിനില്ല. കൂലി കിട്ടാതെക്കൂല. നീയത്ത് വെച്ചാൽ അങ്ങനത്തെ മുഅ്മിൻ എന്താൻ പറ്റുള്ളൂ, ചെലവഴിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഇതിൽ പല രീതിയിൽ ഇപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ഈ ലൈൻ ശക്കർത്തും ലൈ അതിതന്നക്കും എന്ന് പറയുന്ന ഒരു ആയത്തുണ്ടായിരുന്നു. ഈ അടുത്ത് നല്ല രീതിയിൽ വൈറലായി പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഉസ്താദ് വയലിൻ്റെ സമയത്ത് ഈ ഒരു ആയത്ത് നിങ്ങളുടെ ഇതിലൊക്കെ എഴുതി വെച്ചോ, നല്ലതാണ്, ബർക്കത്താണ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു വയലുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ കയറിപ്പോയി ആ ഒരു റീൽ. അതിനെ ജനങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഭയങ്കരമായിട്ട് ആ ലൈൻ ശക്കർത്തും ലൈ ഇതൊക്കെ എന്ന് പറയുന്ന ആ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് തന്നെ ട്രെൻഡിങ്ങിൽ പോയിട്ട് അതിൻ്റെ മറ്റേ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഹൈപ്പിലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ചിന്തിക്കാതെ പോയ പല കാര്യങ്ങളുണ്ട്. ഖുർആൻ്റെ ഒരു ആയത്താണ്, മാത്രമല്ല അത് കാറിൻ്റെ പുറത്തൊക്കെ ഒട്ടിച്ച് വെച്ച് അതിൽ എത്രയോ കാഷ്ടങ്ങൾ, അതായത് മൃഗത്തിൻ്റെ കാഷ്ടങ്ങൾ, പക്ഷിയുടെ കാഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ വീഡിയോകളൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ധൂളും അതേപോലെ കാഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വന്നതിലേക്ക് ചേരുന്ന വീഡിയോകളൊക്കെ നമ്മൾ പലതും കണ്ടതാണ്. ആ സമയത്ത് നമ്മളും ഒരു വീഡിയോ ചെയ്ത് റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തരത്തിലുള്ള ഗൗരവമുള്ള ഒരു വസ്തു നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചത് തന്നെ, അതായത് ഒരു ഗൗരവമുള്ള ഒരു വസ്തുവിനെ നമ്മൾ നല്ല രീതിയിൽ ഗൗരവിക്കുക, മാത്രമല്ല ആയത്ത് ഹദീസ് അതുപോലെയുള്ള വസ്തുക്കളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇതിനെ കാറിൻ്റെ ഉള്ളിൽ വെക്കുന്നത് തന്നെ പുറത്ത് ആ ഒരു ബാക്ക് സൈഡിലൊക്കെ ഇതിനെ സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് വെച്ച് അതിൽ ധൂളും കയറി പക്ഷികളുടെ കാഷ്ടവും അതിലായി ഒരു ഗൗരവമില്ലാതെയാണ് നടപ്പ് നടന്നു പോയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള നമ്മൾ സൂക്ഷിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള സിനിമകളാവട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാവട്ടെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാടില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇതിലേക്ക് കൂട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ദുആ മജ്ലിസ് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. മനുഷ്യനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരു വിഷയമാണ് ഈ ദുആ എന്ന് പറയുന്നത്. അല്ലെ, ഏതെങ്കിലും ഒരു സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ അധികമായിട്ടും പ്രാർത്ഥിക്കാറാണ് പതിവ്. അല്ലേ, അള്ളാഹു എനിക്ക് ആ ഒരു വിപത്തിൽ നിന്ന് എന്നെ തട്ടി ദൂരത്താക്കണേ അള്ളാഹ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വിപത്ത് വരുമ്പോൾ നമ്മൾ ദുആ ചെയ്യാറാണ് പതിവ്. പക്ഷേ അതിനെ തന്നെ കളിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോകളും മറ്റ് മൂവിയിൽ വരുന്ന ക്ലിപ്പുകളെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടും ചിരിച്ചുകൊണ്ടും തമാശയായ രീതിയിൽ എടുത്തുകൊണ്ടും നടക്കുന്നുള്ളത്. അല്പമെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനെ നിർത്തിവെക്കുക. അത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ നിർത്തിവെക്കുക. അത് പോസ്റ്റ് ചെയ്താലല്ലേ മറ്റുള്ള ആൾക്കാർക്കും ഇത് എത്തിച്ചേരുന്നത്. അത് നിർത്തിവെച്ചാൽ അവിടേക്ക് തീർന്നു. അപ്പോൾ ഏതായിട്ടും ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അല്പം സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മാഷാ അല്ലാഹ്, മറ്റൊരു കാര്യം കൂടി ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം കുറേ കൊല്ലങ്ങളായി. ഈ അടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഏകദേശം 65,000-ഓളം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എവിടെയും നമ്മൾ ഈ അടുത്തായിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ വീഡിയോസിൻ്റെ അകത്ത് പറയാറില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ലൈക്ക് അടിക്കൂ എന്ന് പറയാറില്ല. പക്ഷേ നിങ്ങൾ തന്നെ തരുന്ന ആ സപ്പോർട്ട് ഏറ്റവും വലുതാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടരെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ട്രെൻഡിങ്ങിൽ വേറെ ഏതെങ്കിലും ആയത്തൊന്നുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അതൊന്ന് വണ്ടിയിൽ എഴുതി വെച്ചാൽ നന്നായിരുന്നു. പറഞ്ഞു വരുന്നത് ലൈൻ ശക്കർത്തും ലതീതന്നക്കും എന്ന് പറയുന്ന ആയത്ത് അതൊരു പ്രാവശ്യം ട്രെൻഡിങ്ങിൽ വന്നതാണ്. ഇപ്പം എവിടെ ചെന്നാലും ഏത് വണ്ടി എടുത്ത് നോക്കിയാലും അത് തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ബാക്ക് വശത്തും മുമ്പ് വശത്തും ഗ്ലാസ്സിലും സൈഡിലും മുഴുവനായിട്ടും ലൈൻ ശക്കർത്തും ലതീതന്നക്കും ഈ ആയത്ത് തന്നെയാണ്. എങ്ങാനും ഒരു പക്ഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നതിലേക്ക് കാഷ്ടിച്ചാലോ അല്ലെങ്കിൽ ധൂള് കയറിയിട്ടുണ്ട്, ആ വണ്ടി ആകെ നശിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ ആയത്തിൻ്റെ ബഹുമാനം അവിടെ നഷ്ടപ്പെട്ടില്ലേ? എന്ന് വെച്ചാൽ അദബുകേടായി പോയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതൊക്കെ. അള്ളാഹു ബഹുമാനിച്ച ചില വസ്തുക്കളെ നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളുണ്ട്, അള്ളാഹു ബഹുമാനിച്ച സമയങ്ങളുണ്ട്, അള്ളാഹു ബഹുമാനിച്ച ആളുകളുണ്ട്. അവരൊക്കെ നമ്മളും ബഹുമാനിക്കേണ്ടതാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള ട്രെൻഡിങ്ങിൻ്റെ പിന്നാലെ പോയി ഇത്തരത്തിൽ എഴുതി വെച്ച് കൊപ്രായങ്ങൾ കാണിക്കാനുള്ളതല്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ അതിനെ റിമൂവ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു വലിയൊരു തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ട്രെൻഡിങ് വരുമ്പോൾ അല്പം ചിന്തിക്കുക.